ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. ഒരു ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഞാനങ്ങനെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ റെസ്റ്റോറൻ്റ് അകത്തുണ്ടായിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പുറത്ത് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബൈക്കുകൾ, ഫുഡ് ഡെലിവറി ബോയ്സിൻ്റെ ബൈക്കുകൾ. 20 മിനിറ്റ്സ് എടുത്തു എൻ്റെ ഫുഡിൽ ടേബിളെത്താൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാളും വേഗത്തിൽ എനിക്ക് ഫുഡ് കിട്ടിയാനെ. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒന്ന് ഗൂഗിൾ ചെയ്തു, എങ്ങനെയാണ് ഈ ഫുഡ് ഡെലിവറി കോമേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ 2 ഇഡ്ഡലിയും ഒരു മസാല ദോശയും തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു. സാധാരണ ഹോട്ടൽ. ബില്ല് വന്നപ്പോൾ കസ്റ്റമർ ബില്ല് ഇങ്ങനെയായിരുന്നു: ഫുഡിന് 110 രൂപ, GST 6 രൂപ, പാക്കിങ്ങിന് 16 രൂപ, ഡെലിവറിക്ക് 45 രൂപ. അങ്ങനെ ടോട്ടൽ 177 രൂപ 30 പൈസ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഫുഡ് ഡെലിവറിക്കാർ റെസ്റ്റോറൻ്റായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവർ ഫുഡിൻ്റെ ഫുള്ള് പൈസ റെസ്റ്റോറൻറ്റിന് കൊടുക്കത്തില്ല. കാരണം 30% സെയിൽസ് കമ്മീഷനായിട്ട് ഇവർ പിടിക്കും. അങ്ങനെ നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റിന് കിട്ടുന്നത് 110 രൂപയല്ല, 77 രൂപയാണ്. ഡെലിവറി ബോയ് കൊടുക്കുന്നത് 15 രൂപയാണ്. ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് 6 രൂപയാണ്. ഇനി ഡെലിവറി കമ്പനിക്ക് കിട്ടുന്നത് 79 രൂപയാണ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ശരിക്കുള്ള ഫുഡിന് നമ്മൾ കൊടുക്കുന്നത് 43.4%. നോൺ ഫുഡിന് നമ്മൾ കൊടുക്കുന്നത് 56.6%. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നത് നോൺ ഫുഡിനാണ്, ഫുഡിനല്ല. ഇന്നത്തെ ഗോസ്പലിൽ ഒരു കൂട്ടം ആൾക്കാർ രാത്രി വഞ്ചിയൊക്കെ എടുത്ത് ഈശോനെ അന്വേഷിച്ച് കിടക്കുകയാണ്. അത് ജെന്യുവനായിട്ടുള്ളൊരു അന്വേഷണമല്ല. അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അപ്പം നിന്നുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ അനശ്വരമായ അപ്പത്തിന് വേണ്ടി പണിയെടുക്കുക. നമ്മൾ എന്തിനാണ് നമ്മുടെ പണവും നമ്മുടെ അധ്വാനമൊക്കെ ചിലവഴിക്കുന്നത്? ഫുഡിന് വേണ്ടിയാണോ അല്ലെങ്കിൽ നോൺ ഫുഡിന് വേണ്ടിയാണോ?